പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 2 കൊരിന്ത്യർക്കെതിരെ ലേഖനം 12-ാം അധ്യായം 9-ാമത്തെ വാക്യം. അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഭൂമിയിലെ ജീവിതം വളരെ ഭയാനകമായ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ, മനുഷ്യൻ്റെ ജീവന് യാതൊരു വിലയുമില്ലാതെ ഏതു സമയം അപകടത്തിൽ വന്ന് ചേർത്തക്ക നിലയിൽ മനുഷ്യൻ വളരെ പ്രതികൂല സാഹചര്യങ്ങളെ പ്രതികരിച്ച് വേണം, അല്ലെങ്കിൽ അതിനെ തരണം ചെയ്തുകൊണ്ട് വേണം മുന്നോട്ട് യാത്ര ചെയ്യുവാൻ. ഹല്ലേലൂയ. അത്ര ഭയാനകമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ ഭക്തനും ദൈവസന്നിധിയിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിന് പറയുവാനുള്ള ഒരേ ഒരു സന്ദേശമെന്ന് പറയുന്നത് എൻ്റെ കൃപ നിനക്ക് മതി എന്നുള്ളതാണ്. ഇത് പൗലോസിനുള്ള ബന്ധത്തിൽ മറ്റൊരു വിധത്തിലാണെങ്കിലും ഇന്ന് ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുന്ന സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതമായി ഈ വചനത്തെ ബന്ധപ്പെടുത്തുമ്പോൾ നമുക്ക് പറയുവാൻ കഴിയുന്നത് ദൈവകൃപയില്ലാതെ നമുക്ക് ഈ ഭൂമി ജീവിക്കാൻ കഴിയില്ല. അത്രമാത്രം ഭയാനകമായ പ്രതിസന്ധികൾ നിറയപ്പെട്ട ഈ ഭൂമിയിൽ ഞാനും നിങ്ങൾ ജീവിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് ചേർന്ന് വസിക്കണമെങ്കിൽ ഹല്ലേലൂയ, ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം സ്വസ്ഥതയുള്ള ഒരു ജീവിതം കഴിക്കണമെങ്കിൽ വളരെ ദൈവകൃപ ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ദൈവത്തിൽ നിന്ന് ധാരാളം കൃപകൾ നാം പ്രാപിക്കുവാൻ കഴിയണം. ദൈവത്തിൽ നിന്ന് ധാരാളം കൃപകൾ പ്രാപിക്കണം. നിങ്ങൾ ഈ ഭൂമി ജയത്തോടു കൂടി ജീവിക്കുന്നതിന് കൃപ ആവശ്യമാണ്. കൃപയില്ലെങ്കിൽ നമുക്ക് ഈ ഭൂമിയിലെ ജീവിതം വളരെ പാഴും ശൂന്യവും നിറഞ്ഞ അനുഭവമായി മാറും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവത്തിങ്കൽ ധാരാളം കൃപകളുണ്ട്. അവിടുന്ന് നമുക്ക് സൗജന്യമായിട്ടാണ് ദൈവകൃപ നൽകുന്നത്. ഭൂമിയിലെ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നാം വില കൊടുത്ത് വാങ്ങണം. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകുന്ന കൃപയ്ക്ക് യാതൊരു വിലയും കൊടുക്കണ്ട. നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടതയുടെ, സങ്കടത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, കണ്ണുനീരിൻ്റെ നടുവിൽ ജീവിതം തകർന്നുവെന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ നിയന്ത്രിച്ച് കൊണ്ടുവരണമെങ്കിൽ ദൈവം ധാരാളം കൃപ നൽകുവാൻ ആഗ്രഹിക്കുക. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, നാം ഈ കാണുന്ന ഈ കടലിൽ എണ്ണിയാലൊടുങ്ങാത്ത പോലെ മത്സ്യങ്ങളുണ്ട്. ഈ മത്സ്യങ്ങൾ യഥാസമയം നീന്തി തുടിക്കണമെങ്കിൽ അതിന് ഈ കടലിൽ കൂടെ ഇഷ്ടംപോലെ സഞ്ചരിക്കണമെങ്കിൽ ആവശ്യമായ വെള്ളം ആവശ്യമാണ്. അതുകൊണ്ട് സമുദ്രം നിറഞ്ഞ് വെള്ളം കിടക്കുമ്പോൾ ഈ മത്സ്യങ്ങൾക്ക് ഇഷ്ടംപോലെ നീന്തി തുടിക്കാൻ കഴിയും. എന്ന് പറഞ്ഞതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. താൽക്കാലികമായി ഈ ഭൂമിയിലെ ജീവിതം നാം നയിക്കണമെങ്കിൽ ധാരാളം കൃപകൾ നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ഓരോ പ്രതിസന്ധികൾ കടന്നു വരുമ്പോഴും ദൈവത്തിൻ്റെ കൃപയിൽ വേണം നമ്മൾ ആശ്രയിക്കുവാൻ. ഹല്ലേലൂയ. നമുക്കറിയാം, ഇസ്രായേലിലെ യോസേഫിൻ്റെ കളപ്പുരയിൽ ഇഷ്ടംപോലെ ധാന്യമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒരു ചെറിയ കുരുവിയുടെ കുടുംബത്തിന് മതിയായ ധാന്യങ്ങൾ ഉള്ളതുപോലെ ഹല്ലേലൂയ, സ്തോത്രം, യോസേഫിൻ്റെ കുടുംബത്തിനകത്ത് അഥവാ മിസ്രൈമിലെ കളപ്പുരയിൽ അന്ന് ആവശ്യമുള്ള ധാന്യങ്ങൾ അന്നത്തെ ജനത്തിന് കൊടുക്കുവാൻ ഇഷ്ടംപോലെ ധാന്യങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിന് ആവശ്യമായ ഇഷ്ടംപോലെ കൃപകളെ ദൈവം നമുക്ക് സൗജന്യമായിട്ടാണ് നൽകുന്നത്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ, പ്രതിസന്ധികളിൽ ഒരുപക്ഷെ ജീവിതം തകർന്നു പോകാമായിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നീ തകർന്നു പോകാതെ ധാരാളമായി കൃപയ്ക്ക് മേൽ കൃപ നൽകുന്ന യേശു ക്രിസ്തുവിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നെങ്കിൽ ജീവിതം ഒരിക്കലും തകർന്നു പോകാതെ ജീവിതത്തെ നിങ്ങൾക്ക് പണിതെടുക്കാൻ കഴിയും, വ്യക്തം ചെയ്യും. നമുക്കറിയാം, മനുഷ്യൻ ഈ ലോകത്തിൽ പലപ്പോഴും തങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയുക. അതെന്തുകൊണ്ടെന്നാണെന്ന് വെച്ചാൽ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ ഹല്ലേലൂയ, മനുഷ്യൻ തങ്ങളുടെ ജീവിതത്തെ ഒടുക്കി കളയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട്
മനുഷ്യൻ്റെ യാതൊരു പ്രയോജനവുമില്ല. ദൈവം നിങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ജീവനെ നിങ്ങളൊരിക്കലും ഒടുക്കിക്കളയാതെ, നിങ്ങളുടെ തന്നിഷ്ടപ്രകാരം ജീവനെ നശിപ്പിച്ച് കളയാതെ, നിങ്ങളെ സൃഷ്ടിച്ചവനായ സൃഷ്ടാവിലേക്ക് നിങ്ങളുടെ വിഷയത്തെ ഫലമേൽപ്പിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, കൃപമേൽ കൃപ തന്ന് ദൈവം നിങ്ങളെ ഈ ഭൂമിയിൽ കാത്തു പരിപാലിക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ അന്തരയപ്പെട്ടതാണ്. പ്രശ്നമില്ലാതെ ഈ ഭൂമിയിൽ ആർക്കും ജീവിക്കാൻ കഴിയത്തില്ല. എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണ്. അങ്ങനെ മനുഷ്യൻ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ എല്ലാവരും ആത്മഹത്യ ചെയ്യുമായിരുന്നെങ്കിൽ ഇന്ന് ഈ ഭൂമിയിൽ മനുഷ്യൻ പോലും കാണില്ല. എന്നാൽ എന്താണ് മനുഷ്യൻ ചെയ്തത്? അവൻ്റെ പ്രശ്നങ്ങളുടെ നടുവിലും പതറിപ്പോകാതെ ആ പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കാമെന്നുള്ള മനസ്സ് ആ ഉറപ്പോടുകൂടി ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ കർത്താവിൻ്റെ കൃപ, ആ കൃപയ്ക്ക് മേൽ കൃപ ഓരോരുത്തരുടെ മേലും പകരുവാൻ കാരണമായി. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതത്തെ ഒരിക്കലും തകർത്ത് കളയാതെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിതത്തെ നീ സമർപ്പിച്ചു കൊടുക്കണം. ഞാൻ ഓർപ്പിച്ചല്ലോ, ഈ കടലിൽ എണിയാലൊടുങ്ങാത്ത മത്സ്യങ്ങളുണ്ട്. ഈ മത്സ്യങ്ങളെല്ലാം ഈ ഉപ്പ് വെള്ളത്തിലൂടെ ആമെ സഞ്ചരിക്കുക. അവയ്ക്ക് ആവശ്യമായ തീൻ ഈ സമുദ്രത്തിൽ തന്നെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതെങ്ങും തേടിപ്പോകുന്നില്ല, അന്വേഷിച്ചു പോകുന്നില്ല. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കഷ്ടങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം ദൈവം ഈ ഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിങ്ങൾ ജീവിതത്തെ തകർത്ത് കളയാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പണിതെടുക്കണം. നിങ്ങൾക്ക് ശ്രേഷ്ഠമായൊരു ജീവിതം നൽകുവാൻ ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ. പോരാട്ടങ്ങളുടെ നടുവിൽ ആ പോരാട്ടത്തെ കണ്ട് അതിഭയാനകമായ ആ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നീ ഭയപ്പെട്ടു പോകാനല്ല ദൈവം നിന്നെ ഇവിടെ ആക്കിയത്. ആമേൻ. കടന്നു വരുന്ന പോരാട്ടത്തെ അതിജീവിപ്പാനുള്ള കൃപയാണ് ദൈവം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഇന്ന് മകൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, കൃപമേൽ കൃപ പ്രാപിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നീ ഉണർന്നു നിൽക്കണം. ഹല്ലേലൂയ. ഓരോ ദിവസങ്ങളിലും നമുക്ക് പ്രശ്നങ്ങളുണ്ട്. ഓരോ ദിവസവും നമുക്ക് വെല്ലുവിളികളുണ്ട്. ഒന്നീ സാമ്പത്തികമായ ഞെരുക്കങ്ങളായിരിക്കാം, കടബാധ്യതകളായിരിക്കാം. ഏതെങ്കിലും വിധത്തിൽ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളെ നിങ്ങൾ തരണം ചെയ്യേണ്ടി വരുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, നീ കൃപയുടെ മേൽ കൃപ പ്രാപിച്ചുകൊണ്ട് ദൈവസ്ഥനി നിറയുന്നെങ്കിൽ ഏത് പ്രതികൂലത്തെ നിനക്ക് തരണം ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. ജീവിതം ആമേൻ നമുക്ക് ആസ്വദിക്കാൻ കഴിയണം. എങ്ങനെയാണ് ജീവിതത്തെ ആസ്വദിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപമേൽ കൃപ പ്രാപിച്ചുകൊണ്ട് ആ ദൈവകൃപയിൽ നാം നിറയപ്പെടുമ്പോൾ ഹല്ലേലൂയ, പർവ്വത സമാനമായ വിഷയം നിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാലും നിനക്കതിനെ അതിജീവിക്കാൻ കഴിയും. അല്ല, നീ കൃപയില്ലാതെ ഈ ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് പോലും നിനക്ക് പിടിച്ചു നിൽപ്പാൻ കഴിയാതെ നീ നിൻ്റെ ജീവിതത്തെ തകർക്കുവാൻ കാരണമാകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, പൗലോസിൻ്റെ ജീവിതത്തിൽ അനവധിയായ പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ, ശരീരത്തിൽ വളരെ ബലഹീനതകൾ കടന്നു വന്നപ്പോൾ പൗലോസ് ദൈവസ്ഥനി പ്രാർത്ഥിക്കുകയുണ്ടായി. ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം പറയുകയാണ്, ആമേൻ, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നുവെന്ന്. അതേ, നമുക്കും ജീവിതത്തിൽ പോരാട്ടങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അവയെ നമുക്ക് അതിജീവിപ്പാൻ ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ദൂരത്തും ചാരത്തുമായി വചനം കേൾക്കുന്ന ജനത്തെ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മടുത്തുപോയ ജീവിത സാഹചര്യം തളരാതെ ദൈവകൃപ കൊടുത്ത് ഓരോരുത്തരും നിറയ്ക്കണമേ. സകല മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.